അസുര രാജാവായിരുന്ന ഹിരണ്യകശിപുവിൻ്റെ മകനായിരുന്നു ഹിരണ്യാക്ഷൻ. ഹിരണ്യകശിപുവിനെ നരസിംഹമൂർത്തി കൊന്നു കളഞ്ഞതിന് ശേഷം ഹിരണ്യാക്ഷനാണ് രാജാവായി തീർന്നത്. എന്നാൽ ഹിരണ്യാക്ഷൻ ലോകം മുഴുവൻ കീഴടക്കിയത് കൂടാതെ സ്വർഗലോകത്തെയും കീഴടക്കുകയും ഭൂമിയെ തട്ടിയെടുത്തുകൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മഹാവിഷ്ണു തൻ്റെ വരാഹ അവതാരം എടുത്ത് ഭൂമിയെ പാതാളത്തിൽ നിന്ന് തൻ്റെ തേറ്റ കൊണ്ട് ഉയർത്തിക്കൊണ്ടു വന്നത്. അദ്ദേഹം തന്നെ ഹിരണ്യാക്ഷനെ വധിക്കുകയും ചെയ്തു. ഹിരണ്യാക്ഷന് ശേഷം പ്രഹ്ലാദനാണ് അസുരന്മാരുടെ രാജാവായതെന്നാൽ കടുത്ത വിഷ്ണു ഭക്തനായിരുന്ന പ്രഹ്ലാദൻ ഒരു ബ്രാഹ്മണൻ്റെ ശാപം നിമിത്തം വിഷ്ണുവിനെ മറന്നുപോവുകയും അധർമ്മത്തിനടിപ്പെടുകയും ചെയ്തു. അദ്ദേഹം പിന്നീട് മഹാവിഷ്ണുവിൻ്റെ കൈകളാൽ തന്നെ വധിക്കപ്പെട്ടു. പ്രഹ്ലാദൻ്റെ മരണശേഷം രാജ്യഭാരം ഏറ്റെടുത്തത് ഹിരണ്യാക്ഷൻ്റെ മകനായ അന്ധകനായിരുന്നു. അന്ധകൻ പരമശിവനോടാണ് സമരം ചെയ്തത്. പിന്നീട് അദ്ദേഹം പരമശിവൻ്റെ അനുയായിയായിട്ട് ഭൂതഗണങ്ങൾക്കൊപ്പം കൈലാസത്തിലേക്ക് പോയി. അതിനുശേഷം പ്രഹ്ലാദൻ്റെ മകനായ വിരോചനനാണ് രാജാവായത്. അസുര രാജാവായിരുന്ന ഈ വിരോചനനും വിഷ്ണു ഭക്തനായിരുന്നു. അദ്ദേഹം പിന്നീട് സനകാദി മുനികളിൽ ഒരാളായ സനൽകുമാരൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും പിന്നീട് തപസ്സിനായി കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷമാണ് വിരോചനൻ്റെ മകനായ ബലി മഹാരാജാവായത്. അസുര രാജാവായ ബലി തൻ്റെ മഹത്വം കൊണ്ട് മഹാബലി എന്നറിയപ്പെട്ടു. ഈ കഥ മുഴുവനും കേൾക്കണോ? ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.